വി രാജേഷ് BJP നേതാവ് വി രാജേഷ് ടെലിഫോണിലുണ്ട്. വി രാജേഷ്, ഇവിടെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത് റെയിൽവേയെ കുറ്റപ്പെടുത്തുന്ന നഗരസഭയാണ്. തിരിച്ച് റെയിൽവേയുടെ ഭാഗത്തു നിന്നും അതിന് മറുപടി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടത് കാര്യക്ഷമമായ ഇടപെടലാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. ഇനിയും ഇത്തരം ജീവനുകൾ നഷ്ടപ്പെട്ടുകൂടാ. അതിനുള്ള ഏകോപനമായുള്ള പ്രവർത്തനം വേണം, രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം വേണം, ഇച്ഛാശക്തിയുള്ള നേതൃത്വം വേണം. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും കണ്ണു തുറക്കും ബന്ധപ്പെട്ടവരുടെ എന്ന് കരുതാമോ? അതായത് താങ്കൾ അവസാനം പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ നഗരത്തെ, നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള എല്ലാ മൂവ്മെന്റിനും ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകുകയാണ്. അങ്ങനെ ഉണ്ടാകട്ടെ, ഇനിയെങ്കിലും നമുക്ക് ആശ്വസിക്കാം. തീർച്ചയായിട്ടും ജോയിയുടെ കുടുംബത്തോടൊപ്പമുള്ള വേദനയെ നമ്മൾ എല്ലാവരും ഒപ്പം, നാടിനൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. ഇവിടെ ഇപ്പോ ഉത്തരവാദി ആര് എന്നുള്ള വിഷയത്തിലേക്ക് ഞാനിപ്പം കടക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ശവസംസ്കാരം പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഈ പാർവതി പുത്തനാറും ആമേഴഞ്ചാൻ തോടുമാണല്ലോ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇപ്പോ മാലിന്യം കൂമ്പാരമായി കിടക്കുന്ന സ്ഥലങ്ങൾ. അത് തെളിനീർ ചാലുകളായിരുന്നു. ഇത് കഴക്കൂട്ടത്തുനിന്ന് ആരംഭിച്ച് തിരുവല്ലം ഭാഗത്തൊക്കെ ആയിട്ട് അവസാനിച്ച് കായലിലും കടലിലും ഒക്കെ ചേരുന്ന കനാലുകളാണിത്. പ്രശ്നം, ഇതിൽ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ കഴക്കൂട്ടം മുതൽ തിരുവല്ലം വരെ മാലിന്യം ടൺ കണക്കിന് ഒരു 4-5 മീറ്റർ പൊക്കത്തിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇതിൽ ആശുപത്രിയിൽ നിന്നും ആംപ്യൂട്ടേഷൻ കഴിഞ്ഞ് വലിച്ചെറിയുന്ന ശരീരാവശിഷ്ടങ്ങളുണ്ട്. എനിക്ക് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ഏത് തരത്തിലാണ് ഇത് കാണുക എന്ന് എനിക്കറിയില്ല. മനം മടുത്തു പോകും. അതോടൊപ്പം തന്നെ രോഗികൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന കിടക്കകളുണ്ട്. ടെക്നോ പാർക്കിൽ നിന്നും വലിച്ചെറിയുന്ന ഈ മാലിന്യങ്ങളുണ്ട്. ഇങ്ങനെ വളരെ അപകടകരമായ രീതിയിൽ ടൺ കണക്കിന് വേസ്റ്റ് ആണ് വർഷങ്ങളായി ഇവിടെ കെട്ടിക്കിടക്കും. ഇപ്പൊ കർക്കിടക വാവ് വരാൻ പോയിട്ട് തിരുവല്ലത്ത് വർഷങ്ങളായി അവിടെ മുങ്ങി കുളിക്കാൻ നിർവാഹമില്ല. മാലിന്യം കൊണ്ട് അവിടെ ഷവർ വെച്ചിട്ടാണ് ബലിയിട്ടിട്ട് ആൾക്കാർ വർഷങ്ങളായിട്ട് കുളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങൾ വൃത്തിയാക്കുവാൻ നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിനായി നിങ്ങളൊന്ന് കണക്കെടുത്ത് പരിശോധിച്ച് നോക്ക്. CAG റിപ്പോർട്ടുകൾ നോക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. ഇപ്പൊ ഞാൻ പൂജപ്പുര എന്ന് പറയുന്ന ഒരു വാർഡിലെ കൗൺസിലർ കൂടിയാണ്. ഇപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ആദ്യമായിട്ടാണ് തെരഞ്ഞെടുത്ത് ചെല്ലുന്നത്. ഞാൻ കാണുന്ന കാഴ്ച, മഴക്കാലം ആവുമ്പോഴേക്കും ഓരോ ലക്ഷം രൂപ വെച്ചൊരു വാർഡിന് അനുവദിക്കും. ഇവിടെ വന്നിട്ട് ഒരു JCB വെച്ചിട്ട് ആ വാർഡുകളിലുള്ള ഓടയിലൊക്കെ ഉള്ള മാലിന്യമൊക്കെ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ വന്ന് അതിനെ കരയ്ക്ക് കോരി അതിന്റെ കരയ്ക്ക് തന്നെ വച്ചിട്ട് വൈകുന്നേരം മഴ പെയ്യുമ്പോഴേക്കും ഇതേ മാലിന്യം ഒലിച്ച് തോട്ടിൽ, എന്റെ വാർഡിൽ ഉൾപ്പെടെ. കാരണം ഇത് കൊണ്ടിടാനായിട്ടൊരു സിസ്റ്റം ഇല്ല. ഈ തോട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷമായി എന്റെ വാർഡിൽ നിന്നുൾപ്പെടെ കോരുന്ന മാലിന്യം കരയ്ക്ക് വെച്ചിട്ട് JCBയും പോവും, തൊഴിലാളികളും പോവും. ഉച്ച കഴിയുമ്പോഴേക്കും മഴക്കാലത്ത് മഴ വരും, ഇത് മുഴുവനും ഒലിച്ച് അവിടേക്ക് ഇറങ്ങും. പക്ഷെ എന്ത് ചെയ്യും? വൈകുന്നേരം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും ഈ JCBയുടെ ഒക്കെ ബില്ല് വാങ്ങി ഒരാഴ്ച കൊണ്ട് തന്നെ 1 ലക്ഷം രൂപ പാസ്സായി പോകും. ഇത് പറയുമ്പോഴേക്കും ഇത് കൊണ്ടിടാനായിട്ടൊരു മെക്കാനിസം ഇല്ല. എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ എഴുതിയെടുക്കുന്നത്. മാലിന്യം മുഴുവനും അടിഞ്ഞു കൂടുകയാണ്. ഇതിപ്പോ റെയിൽവേയുടെ 4 പാളത്തിന്റെ അടിയിൽ വന്ന്, പിന്നെ റെയിൽവേയുടെ ഒരു കാര്യം നിങ്ങളൊന്ന് നോക്കാം. റെയിൽവേ ഇന്ത്യൻ കോഫി ഹൗസ് കഴിഞ്ഞ് റെയിൽവേയുടെ കോമ്പൗണ്ടിലോട്ട് കയറുന്ന സ്ഥലത്തിനപ്പുറം കെട്ടിക്കിടക്കുന്നത് റെയിൽവേയുടെ മാലിന്യം എന്ന് പറയുമ്പോഴേക്കും ഒരു 4 റെയിൽവേ പാളത്തിന് അടിയിൽ വരുന്ന കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസേ വരുന്നുള്ളൂ. ഈ മാലിന്യം മുഴുവനും കഴക്കൂട്ടം മുതലുള്ള പ്രദേശങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന മാലിന്യമാണ്. റെയിൽവേ അവിടെ ഒരു നെറ്റ് വച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ അടിയുന്നത്. ഇപ്പൊ തന്നെ ജോയിയുടെ മൃതദേഹം എന്തുകൊണ്ടാണ് തിരുവല്ലം കായൽ ഭാഗത്തേക്ക് പോകാത്തത്? ഇത് കണ്ടെത്തിയ ശ്രീചിത്ര പൂവർ ഹോമിനും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്താണല്ലോ ഇത് കണ്ടെത്തിയത്. അവിടെ മുഴുവനും മറ്റുള്ള വേസ്റ്റ് വന്നിങ്ങനെ ഡംപ് ചെയ്ത് കിടക്കുകയാണ്. ഇന്നലെ നമ്മുടെ സ്കൂബ ഡൈവിംഗ് ടീം അവരെന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത തരത്തിൽ ഞങ്ങൾ വെള്ളത്തിലൂടെ അടിയിലേക്ക് പോകുമ്പോൾ മുകളിലുള്ള വേസ്റ്റ് ഞങ്ങളുടെ തലയ്ക്ക് മീതെ ഒന്ന് പ്രസ് ചെയ്യുകയാണ്, ടൺ കണക്കിന് വേസ്റ്റ്. ഇത് ഇന്നോ കൊണ്ടുണ്ടായതാണോ? ഇത് റെയിൽവേയുടെ അടിയിൽ മാത്രമല്ല, കഴക്കൂട്ടം മുതൽ തിരുവല്ലം വരെ പാർവതി പുത്തനാറിലും ആമേഴഞ്ചാത്തോട്ടിലും മുഴുവനും ഉണ്ടത്. ഇത് 2 മേജർ കനാലുകൾ. ഇനി ചെറിയ തോടുകൾ. ഇതിന് മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇന്നലെ ചിലരൊക്കെ തന്നെ ചർച്ചയിൽ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു ചില ചാനലുകളിൽ. നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പരിധിവരെയുള്ള തട്ടുകടകളും ഹോട്ടലുകളും ചില വീടുകളും ഇരിക്കുന്നത് ഈ കനാലുകളുടെ ഓടകളുടെ മുകളിലാണ്. കോർപ്പറേഷന്റെ ഓടയുടെ മുകളിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന കെട്ടിടങ്ങൾ, 100 കണക്കിന് കെട്ടിടങ്ങൾ. ന്യൂസ് 18 സംഘം വന്നാൽ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഇവർക്കൊക്കെ ആരാണ് പെർമിഷൻ കൊടുത്തത്? അതാത് സമയത്ത് അധികാരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കോ ഭരണാധികാരികൾക്കോ ചില്ലറ കൊടുത്തിട്ട് ഈ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ മുഴുവൻ പെർമിഷൻ വാങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളം ഒഴുകിപ്പോകേണ്ട ഓടകളുടെ മുകളിൽ ഇവർ
കെട്ടിടം പണിയുമ്പോഴേക്കും ആ ഓടകളൊക്കെ തന്നെ പലപ്പോഴും അടയപ്പെടും. അപ്പൊ ആ വെള്ളം ഇങ്ങോട്ടും ഒഴുകണമല്ലോ. ആ വെള്ളമാണ് ഇപ്പൊ കണ്ണമ്മൂലുള്ള പ്രദേശങ്ങളിൽ വീടുകൾക്ക് അകത്തേക്ക് ഒഴുകുന്നത്. വീടുകളിലൊക്കെ അകത്തേക്ക് വെള്ളം വരുമ്പോഴേക്കും ആശുപത്രി മാലിന്യങ്ങളും ടോയ്ലറ്റ് വേസ്റ്റും ഒക്കെ തന്നെ കൊണ്ടുവരും. ഇന്നലെ ജോയിയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിലൂടെ ആദ്യം ഒരു വാർത്ത കണ്ടു. നമ്മളൊക്കെ തന്നെ ആശ്വസിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ എന്താണ് പറഞ്ഞത്? സ്കൂബ ഡൈവിംഗ് ടീം എന്താ പറഞ്ഞത്? ചാക്കിൽ കെട്ടി വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളാണ് ഞങ്ങൾ അവിടെ കണ്ടത്. എന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു സ്കൂബ ഡൈവിംഗ് ടീമിന്റെ ഒരു ലീഡർ, ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഡ്രെയിനേജ് വേസ്റ്റ് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് വലിച്ചെറിഞ്ഞിരിക്കുക. ഇത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ, ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന നഗരം, ഇങ്ങനെയാണോ ഈ നഗരത്തെ സംരക്ഷിക്കേണ്ടത്? ഇങ്ങനെയാണോ ഈ നഗരത്തെ പരിപാലിക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാനിപ്പോ കുറ്റക്കാരിലേക്കോ അതിലേക്കൊന്നും പോകില്ല. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ ആശുപത്രിയിൽ നിന്നും രോഗം ബാധിച്ച ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുന്നതിലൂടെയാണ് നമ്മളൊക്കെ തന്നെ നടന്നു പോകുന്നത്. നമ്മുടെ വീടുകളിലെ ഉള്ളിലേക്ക് ഒലിച്ചു വരുന്ന വെള്ളം ഇങ്ങനെയുള്ള വെള്ളമാണ്. ഇതൊക്കെ തന്നെ എടുക്കുവാൻ വേണ്ടി ഈ മാലിന്യങ്ങളൊക്കെ മാറ്റാൻ എല്ലാ വീട്ടിലുള്ളവരും 100-200 രൂപ വെച്ച് മാസം തോറും കൊടുക്കുന്നുണ്ട്. ഈ പണമൊക്കെ ഇവിടെ പോകുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് 400 രൂപ കൊടുക്കും. ഞാൻ ഒരു കാര്യം നിങ്ങൾ തുറന്നു പറയട്ടെ. ഞാനിപ്പോ വഞ്ചൂര് മാതൃഭൂമി ചാനലിന്റെ അടുത്തുള്ള ഒരു ആണ് താമസിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി കൂടിയാണ്, കോർപ്പറേഷൻ. എന്റെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ നിർവാഹമില്ല. കാരണം അത്രത്തോളം ഈച്ച ശല്യമാണ്. ഈച്ച വീടിനകത്ത് നിങ്ങളൊന്ന് നോക്ക്, സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ചായ അവിടെ ഇരുത്തി കൊടുക്കാൻ നിർവാഹമില്ല. വാതിൽ തുറന്നാൽ ആ സമയം വീടും നിറയെ ഈച്ചയാണ്. കാരണം ഈ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി സർ, ശരി, നന്ദി ശ്രീ വി രാജേഷ് താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ കൂടിയാണ് രാജേഷിന്റെ അനുഭവം പറയുകയായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും ഒത്തുചേർന്ന്, കോർപ്പറേഷനിലെ മുഖ്യ പ്രതിപക്ഷം കൂടിയാണ് BJP, ഇവരെല്ലാവരും ഒത്തുചേർന്ന് വേണം ഇത്തരത്തിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനം, ആമയിഴഞ്ചാൻ തോടിന്റെ ശുചീകരണം ഒക്കെ കാര്യക്ഷമം